ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, വീഡിയോയിൽ നല്ലോണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതിവിടെ വെച്ചേക്കണേണ്. പിന്നെ തൊട്ടിപ്പുറത്ത് നിന്ന് നമുക്ക് ഉത്സവമാണ് വട്ടക്കൽ അമ്പലത്തിൽ. അതുകൊണ്ട് തൊട്ടിപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് തടിയുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒച്ചയും വെള്ളമൊക്കെ എന്തായാലും ഈ വീഡിയോയിലുണ്ടാവും. പിന്നെ ഇതിനെ നീട്ടിക്കൊണ്ട് പോയിക്കാൻ എനിക്കിങ്ങനെ എടുക്കാനും പറ്റത്തില്ല. അതാണ് മെയിൻ കാര്യം. ഓക്കെ, ഇപ്പോൾ ഞാൻ Q&A പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വന്ന ക്വസ്റ്റ്യൻസും ഇവിടെ വന്ന ക്വസ്റ്റ്യൻസും കൂടി ആയിട്ട് ഞാൻ ഇട്ടപ്പോൾ ഞാൻ ഓർത്ത് ആരും ഒന്നും ചോദിക്കുമായിരുന്നു. പക്ഷേ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെ, അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു Q&A ഇട്ടപ്പോഴത്തേക്കും. അത് ഇവിടെ ഇട്ടപ്പോഴത്തേക്കും, അതായത് യൂട്യൂബിൽ ഇട്ടപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലോണം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കണമെന്ന് എനിക്കറിയാം. അതാണ് ഞാനിങ്ങനെ ഒച്ചയിൽ സംസാരിക്കുന്നത് വീഡിയോയിൽ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പവനാണ്. ഞാൻ ഇവനോട് Q&A ആണ് പറഞ്ഞത്. പക്ഷെ ഇവനെൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് വീട്ടിൽ വന്നാൽ ബിരിയാണി വെച്ച് തരുമോ എന്നാണ്. തരാടാ, ഞാൻ നിനക്ക് ബിരിയാണി തരാട്ടാ, വെച്ച് തരാം. വേറൊരാൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് പഠിക്കണത് AOTT ആണ്. AOTT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സാണ് ഞാൻ പഠിക്കുന്നത്. കോഴ്സ് നെയിം എന്താണ്? അത് തന്നെ, AOTT, അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി. ഏജ് ചോദിച്ചിട്ടുണ്ട്. പ്രായം പറയാൻ പാടില്ലെന്നാണ്, എന്നാലും ഞാൻ പറയാം, 19 വയസ്സ്. ഓക്കെ, അടുത്ത ആൾ ചോദിച്ചിരിക്കുന്ന ഹൗസ് എവിടെയാണ്? വീട് ആലപ്പുഴ അരൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വീട് പണി കംപ്ലീറ്റ് ആയപ്പോൾ ഉള്ള ഫീൽ എങ്ങനെയാണ്? വീട് പണി കംപ്ലീറ്റ് ആയപ്പോൾ ഉള്ള ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല അതെങ്ങനെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കണമെന്ന്. കാരണം നമ്മൾ ഇത്രയും വർഷം കാത്തിരുന്നിട്ട് പണിതൊരു വീടാണ്. ഞാൻ എൻ്റെ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, ഷെഡിൻ്റെത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയത് 6:30 എന്നല്ല, നമ്മുടെ ഒരു പ്രാർത്ഥന, നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീട് നമുക്ക് ഉണ്ടായത്. ഞങ്ങളുടെ വീട്ടിൽ ആണെങ്കിലും പെട്ടെന്ന് എടുത്തൊരു തീരുമാനമുണ്ട് വീട് പണിയാന്നുള്ളത്. 2023 അതെടുക്കുന്നത്. 8-ാം തീയതി നമ്മുടെ വട്ടക്കൽ പൂജ ഉത്സവത്തിൻ്റെ അന്നാണ് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നത്. ഇനി ഇത് എഡിറ്റ് ചെയ്ത് എപ്പോൾ ഇടുമെന്ന് എനിക്കറിയില്ല. ചോദിച്ചിട്ട് കേൾക്കണത് ലവർ ഉണ്ടോ? പറ്റിയ മ്യൂസിക്കാണ് ഗൈസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. ഓക്കെ, സ്കിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യോ, ഞാനതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഗൈസ്? നിങ്ങൾ കമൻറ്റ് ചെയ്യും. സിംഗിളാണ് ഗൈസ്, റെഡി ടു മിങ്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമ്മലാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ ആർ യു? ഐ ആം ഫൈൻ. ഞാൻ സുഖമായി ഇരിക്കുന്നു. ഇവിടെ ട്രെയിൻ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു ഒച്ചയ്ക്ക്. ഫാൻ ഇട്ടത് കീ എന്നുള്ള സൗണ്ട് നിങ്ങൾക്ക് കുറേ കേൾക്കാൻ പറ്റും, എന്നാലും കുഴപ്പമില്ല. പിന്നെ സിംപിളി ഡുണ്ടു ചോദിച്ചിരിക്കുന്നത് എക്സാമിന് പഠിക്കാൻ തുടങ്ങിയോ കുട്ട? എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ചോദിക്കുന്ന സമയത്ത് ഞാൻ എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പ്രിപ്പറേറ്ററി എക്സാം നടക്കുന്ന സമയം കൂടി. എക്സാം കഴിഞ്ഞിട്ടില്ല, നാളെ എക്സാം ഉണ്ട്. ഓക്കെ, അടുത്ത ശ്രേയസ് ആണ് ചോദിച്ചിരിക്കുന്നത് 100 രൂപ തായോ? വേറെ ഒരാള് ചോദിച്ചേക്കണത് കമ്മിറ്റഡ് ആണോ? നിങ്ങൾക്ക് എന്താണ് ഗൈസ് എന്നെ കണ്ടിട്ട് തോന്നുന്നത്? നിങ്ങൾ പറയും, നിങ്ങൾ കമന്റ് ചെയ്യും. ഫസ്റ്റ് ഹേ ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആദിത്യ. ഹേ ഡാർലിംഗ്. അനുഗ്രഹ ചോദിച്ചേക്കുന്നത് ഒരു മന്തി വാങ്ങി തരുമോ എന്നാണ്. തരാം. റഫ്സൽ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് റഫ്സൽ. അപർണ ഐ ലവ് യു അണ്ണി. ഐ ലവ് യു ടു അണ്ണി. ഹേയ് സെലിബ്രിറ്റി ഒരു ഹായ് തരുമോ എന്ന് FTS ചോദിച്ചിട്ടുണ്ട്. ഹായ്. അഹം ബ്രഹ്മസ്വാമി 13 എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ട്. യു ഡാൻസ് വെൽ. എത്ര വയസ്സ് തൊട്ടാണ് ഡാൻസ് പഠിക്കുന്നത്? ഞാൻ
5ാം ക്ലാസ് തൊട്ടിട്ടാണ് ഡാൻസ് പഠിക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ബ്രേക്ക് എടുക്കും, പിന്നെയും പോകും ഇപ്പോൾ പോകുന്നുണ്ട്. പിന്നെ താങ്ക് യു, ഡാൻസ് നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ആ പുള്ളി തന്നെ ചോദിച്ചിട്ടുണ്ട് സിംഗിൾ ആണോന്ന്. മറ്റേ പാട്ട് പാടിയാല ഐ എം സിംഗ്. ഓക്കെ. ബിന്യാബിൻ ചോദിച്ചിരിക്കുന്നത് സുഖമല്ലേ രാജകുമാരി. ഇവരെന്നെ രാജകുമാരി എന്ന് വിളിക്കണ എൻ്റെ ബാക്കിൽ തീർന്നുകൊണ്ടുണ്ടെങ്കിൽ +2 ഞാൻ കലോത്സവത്തിലുണ്ടായിരുന്നു. എന്നിട്ട് നാടകം ഉണ്ടായിരുന്നു കണ്ണകി എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഞാൻ രാജകുമാരി ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതാകുന്നത്. കൃഷ്ണ ചോദിച്ചിരിക്കുന്ന 2 ദിവസം ചോദിച്ചിട്ടുണ്ട്. ഇൻസ്പയർ യു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇറ്റ്സ് മീ വിജിത. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മര്യാദക്ക് ഇരുന്ന ഒരാളുടെ യൂട്യൂബ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് വിജിത ചേച്ചിയുടെ ആയിരുന്നു. പിന്നെ രവീണ ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരൊക്കെ തന്നെയാണ് മെയിനായിട്ട്. പിന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, പുള്ളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരൊക്കെയാണ് എൻ്റെ മെയിനായിട്ട്. എനിക്ക് യൂട്യൂബ് തുടങ്ങാം അല്ലെങ്കിൽ തുടങ്ങണമെന്നൊരു ഇത് വന്നത് ഇവരുടെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ. ഞാൻ 2ാമത്തെ ക്വസ്റ്റ്യൻ, വേർ ആർ യു സ്റ്റഡിങ് ആൻഡ് വിച്ച് കോഴ്സ്? ഞാൻ പഠിക്കുന്നത് കലൂരാണ്. കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ AOTT ആണ്. അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയാണ് ഞാൻ പഠിക്കുന്നത്. ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞ് അവിടെ എത്തിയിട്ട് മടിയായി തിരിച്ചു പോകുന്നതിനെ പറ്റി എന്താണ് നമ്മളെ അഭിപ്രായം? വളരെ മോശം അഭിപ്രായം. ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ പോകണം, ഇല്ലെങ്കിൽ അത് മോശമാണത്. ആരാ എങ്ങനെയൊക്കെ ചെയ്യണം? ആദേശി ചോദിച്ചിട്ടുണ്ട്, വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ 5 years? ഈ 5 വർഷത്തിൽ ഞാൻ എന്നെ കാണുന്നത് വളരെ മനോഹരമായാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റി. ഇനി അങ്ങോട്ടുള്ള 5 വർഷം ആയാലും എനിക്കറിയാം എന്ത് ചെയ്യണം, എവിടെ ഇപ്പോൾ എന്ത് തുടങ്ങണം എന്നുള്ളതൊരു കാൽക്കുലേഷനിലാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. എനിക്ക് അങ്ങനെ പോകാനാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ കാൽക്കുലേഷനിലൊത്ത് എല്ലാം നടക്കണമെന്നില്ല, ചിലത് നടക്കാൻ നടക്കും. പക്ഷേ എൻ്റെ കാര്യത്ത് വരുമ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങി അതിലേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിയെടുക്കാൻ ആയിട്ട് ഞാൻ ഇതാക്കാറുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ 5 വർഷമാണെങ്കിൽ വളരെ മനോഹരമായ 5 വർഷങ്ങളായിരുന്നു. കുറേ ആൾക്കാരെ എനിക്ക് പഠിക്കാൻ പറ്റി, കുറേ ആൾക്കാരിൽ നിന്ന് എനിക്ക് കുറേ ഇത് കിട്ടി. ഞാൻ പൊക്കിക്കൊണ്ട് നടന്ന ആൾക്കാരിൽ നിന്നൊക്കെ എനിക്ക് കിട്ടി ഗൈസ്, കിട്ടി. നമ്മൾ കിട്ടിയ ഇപ്പോഴും കിട്ടുന്നുണ്ട് ഗൈസ്. എന്നിട്ട് ഞാൻ പഠിക്കണില്ലല്ലോ എന്നല്ല, ഞാൻ എൻ്റെ ഒരു ഇതിൽ നിന്ന് പെരുമാറുന്ന ഒരാളാണ്. അതിൻ്റെ അപ്പുറത്തേക്കും ക്രോസ് ചെയ്യാൻ പോകാറില്ല, ഒട്ടും ഇതായിട്ടും കാണിക്കാറില്ല. ഈ കഴിഞ്ഞ 5 വർഷം നോക്കുകയാണെങ്കിൽ ഞാൻ എന്നിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയ നല്ല വർഷങ്ങളാണ്. കാരണം ഞാനൊന്ന് ഇൻഡിപെൻഡൻ്റ് ആയി, എന്താണ് സെൽഫ് ലവ് ഞാൻ മനസ്സിലാക്കി. എവിടെയാണോ ഞാൻ തോറ്റു പോകണമെന്ന് തോന്നിയത് അവിടെ നിന്നൊക്കെ എനിക്ക് എഴുന്നേൽക്കാനായിട്ട് എനിക്ക് പറ്റി. ഞാൻ ഒട്ടും മെച്ചുവേർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. പക്ഷെ ഞാൻ ഒരുപാട് ഇപ്പോൾ മെച്ചുവേർഡാണ്. എനിക്കറിയാം എപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് എനിക്കിപ്പോൾ അറിയാം. എനിക്ക് 100% ആയിട്ട് എനിക്ക് എല്ലാം അറിയാം. ഞാൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിപ്പോൾ പഠിക്കാനായിക്കോട്ടെ എന്തിനായാലും ഒരു തീരുമാനം എടുക്കുമ്പോൾ എനിക്കറിയാം ഞാനിത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടാണ് എൻ്റെ പോക്ക്, എന്തുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തതെന്നൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടായിട്ട് മാത്രമേ ഞാനൊരു തീരുമാനം എടുക്കാനുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 5 വർഷം എനിക്ക് എന്തുകൊണ്ടും നല്ലൊരു വർഷമായിരുന്നു. ഇനി അങ്ങോട്ടുള്ള 5 വർഷവും ഞാൻ എന്നെ നല്ലൊരു വലിയ നിലയിലായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കില്ല, ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും, എന്ത് പ്രശ്നം വന്നാലും ഉണ്ടാവും, ആരൊക്കെ നമ്മളെ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് അറിഞ്ഞിട്ടിട്ട് പോകും എന്നൊക്കെ മനസ്സിലാക്കിയൊരു വർഷമാണ് 5 വർഷം. ആ ഒരു കഴിഞ്ഞ 5 വർഷത്തിൽ ആ 2-3 വർഷം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം, അതായത് +2 +1 ആയിക്കോട്ടെ, ഇപ്പം ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ നല്ലൊരു വർഷമാണ്. ഞാൻ കുറേ ഹാർഡ് വർക്ക് ചെയ്ത വർഷമാണ്, ഞാൻ കുറേ എയിം ചെയ്ത വർഷമാണ്, ഞാൻ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയ വർഷമാണ്, എൻ്റെ കുറേ ആഗ്രഹങ്ങൾ നടന്ന വർഷമാണ്. അതുകൊണ്ട് എനിക്ക് 2025 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം 2025 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവസാനം വന്നപ്പോൾ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അതെന്താണെന്ന് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്നുള്ളത്. ഇതോടുകൂടിയിട്ട് നമ്മുടെ ഇൻസ്റ്റയിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് വായിച്ച് പോയ പോലെ തോന്നണുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, തീർന്നു. നമ്മൾ യൂട്യൂബിലെ ക്വസ്റ്റ്യൻസ് ആണോ നോക്കണത്. യൂട്യൂബിൽ നമുക്ക് ആവശ്യത്തിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ അനിരുദ്ധാണ് ചോദിച്ചിരിക്കുന്നത്, ഹൗ മച്ച് യു ഏൺഡ് ഫ്രം യൂട്യൂബ്? ഇപ്പോൾ ഒന്നും കിട്ടില്ല ഗൈസ്. കുറേ കഴിഞ്ഞ് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി, കുറേ വ്യൂവേഴ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഏൺ ചെയ്യാം. അപ്പം ഞാൻ Q&A ഇത് വീണ്ടും ചോദിക്കും, അപ്പം ഞാൻ പറയാം.
അങ്ങനെ ഒരു ഇത് വരുത്തട്ടെ. ഓക്കെ, വാട്ട് ഈസ് ദി വൺ തിങ് വിച്ച് യു നെവർ ഫോർഗോട്ട് ഇൻ യുവർ ലൈഫ്? ഞാൻ ഒരിക്കലും മറക്കാത്ത എൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കലോത്സവത്തിന് പോയത്, അതായത് STPY സ്കൂളിൽ നിന്ന് ഞാൻ കലോത്സവത്തിന് പോയ ഡേയ്സ്. അതിൽ ഞാൻ അയ്യപ്പൻ്റെ ഡാൻസ് കളിച്ച, എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ പറയുന്നില്ല. ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വീട് പണി തുടങ്ങിയപ്പോൾ ഞങ്ങളൊരു സ്ഥലത്ത് പോയി, അവിടെ നടന്നൊരു സംഭവം ഉണ്ട്. അതൊന്നും ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതൊക്കെ പിന്നെ നമുക്ക് പറയാം. അത് പിന്നെ ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതെനിക്കിവിടെ പറയാനായിട്ടില്ല. അത് പറയാനാകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും പറയാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു വെളിച്ചം വന്ന ഒരു സംഭവം, അത് ഞാൻ പറയട്ടെ. വിച്ച് വീഡിയോ ഓഫ് യുവേഴ്സ് ആർ യു മോസ്റ്റ് പ്രൗഡ് ഓഫ് ആൻഡ് വൈ? വീഡിയോ അല്ല, ഫോട്ടോയാണ്. അതായത് കഴിഞ്ഞ 2025 ജൂലൈയിൽ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തൊരു ഫോം മേടിച്ചപ്പോൾ ഉള്ള വീഡിയോ ആണ്. ഫോട്ടോയാണ്. വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല, ഫോട്ടോയാണ് എൻ്റെ ഉള്ളത്. അതെനിക്ക് ഏറ്റവും പ്രൗഡായിട്ടുള്ള കാര്യമാണ്. പിന്നെ വീഡിയോ എൻ്റെ നാടകത്തിൻ്റെ വീഡിയോ ആണ്. അതായത് കലോത്സവത്തിന്, STPY കലോത്സവത്തിന് ഞാൻ തന്നെ കഥ എഴുതി ഞാൻ തന്നെ ഇതാക്കിയ നാടകം സബ് ജില്ലയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്കതിന് നല്ല രീതിക്കുള്ള പ്രോത്സാഹനവും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതെനിക്കൊരു നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊരു പ്രൗഡ് മൂമെൻ്റ് ആണ്. പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ മേടിച്ച ഒരു പ്രൗഡായിട്ടുള്ള മൂമെൻ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഗോൾഡ് എടുത്തത് ഞാൻ പറഞ്ഞില്ല, 2025 എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത്, ഞാൻ സ്വന്തമായിട്ട് ഈ ഒരു ഏജിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കൊണ്ട് എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നിയ ഒരു വർഷമായിരുന്നു 2025 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത്, ഞാൻ +2ൻ്റെ ഇടയ്ക്കൊക്കെ വർക്ക് ചെയ്യാൻ പോയി, +2 പഠിക്കുന്നവരിടക്കൊക്കെ വർക്ക് ചെയ്യാൻ പോയിട്ട് ഞാൻ എനിക്കായിട്ട് ഇതാക്കിയ കുറച്ച് കാര്യങ്ങൾ, അതിലാണ് ഒന്ന് ഫുള്ള് പ്രൗഡായിട്ടുള്ളൊരു മൂമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അനിലാമണി ചോദിച്ചിരിക്കുന്നത് ബ്യൂട്ടിയുടെ സീക്രട്ട് എന്താണ്? ബ്യൂട്ടിയുടെ സീക്രട്ട് ഞാൻ ഒന്നും നോക്കിടാറില്ല, അതാണ് അതിൻ്റെ സീക്രട്ട്. പിന്നെ വൃന്ദാലക്ഷ്മി ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് ദ വൺ തിങ് ദാറ്റ് യു വാണ്ട് ടു അച്ചീവ് ഇൻ യുവർ ലൈഫ്? അതിവിടെ പറയാമോ എന്നെനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ പറയണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം നമ്മൾ നടക്കാൻ പോകുന്നൊരു കാര്യം പറയണ്ടല്ലോ എന്നോർത്ത്. പക്ഷെ ഞാൻ ഒരു ഇത് പറയാം, ഞാനിപ്പോൾ നിൽക്കണ ഇവിടെയാണെങ്കിൽ എനിക്ക് എന്നെ ഇവിടെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതായത് നല്ല അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ എന്തായാലും അച്ചീവ് ചെയ്യും. അത് ഈ പറഞ്ഞ 5 വർഷമോ മേ ബി അതിൽ കൂടുതൽ എടുത്തിരിക്കാം, പക്ഷേ 5 വർഷത്തിൽ അച്ചീവ് ചെയ്യുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതെന്തായാലും അതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്. വാട്ട് ഈസ് യുവർ മോസ്റ്റ് എംബാരസിങ് മെമ്മറി? ഞാൻ ഏറ്റവും നാക്കിട്ട് പോയ മെമ്മറി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഇടക്കാണ്. അതായത് അച്ഛൻ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ അന്ന് രാവിലെ ആയിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ തിരക്കുള്ള ഒരു, സാധാരണ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നേക്കാൾ കുറേ ആൾക്കാരുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ യൂണിഫോം പാൻറ് ഇങ്ങനെ കുറച്ച് വരില്ല. അത് ഈ സെൻറ്റർ സ്റ്റാൻഡിൻ്റെ പൊങ്ങി നിൽക്കുന്ന സംഭവത്തിൽ ഉടക്കി. അപ്പോൾ ഈ ഉടക്കിയത് എൻ്റെ അച്ഛനല്ല. അച്ഛൻ നോക്കിയപ്പോൾ ഞാൻ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഇറങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അച്ഛൻ ടാറ്റയൊക്കെ ചെന്ന്, ഞാനും കാണുന്നില്ല ഈ പാൻറ് ഉടക്കിയത്. അച്ഛൻ പെട്ടെന്ന് വണ്ടി എടുത്ത് അച്ഛൻ്റെ വണ്ടിയുടെ ഒപ്പം ഞാനും ഈ പാൻറ്റും വെച്ചോണ്ട് പോയി. ഞാൻ നിലത്ത് വീണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഓടിക്കൂടി. അയ്യോ, നാണം കെട്ടി ഞാൻ ഈശ്വരാ. പിന്നെ അവരൊക്കെ എന്നെ പൊക്കിയെടുത്തു. അനുഗ്രഹ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സോങ്? ഇതിലാണെങ്കിൽ എനിക്ക് വാരണായത്തിലെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 3ലെ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. തമിഴിൽ, മലയാളത്തിലാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ്. വൈശാഖ സന്ധ്യ, പിന്നെ കുറേ പാട്ട് എനിക്കിഷ്ടം. നെക്സ്റ്റ്, വാട്ട് ഈസ് യുവർ ഹിഡൻ ടാലൻറ്റ്? എൻ്റെ ഹിഡൻ ടാലൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയണത് എൻ്റെ അടുത്ത്, എനിക്ക് അടുക്കള കയറുമ്പോൾ ഇത്തിരി സ്പീഡ് കൂടുതലാണെന്ന് പറയാറുണ്ട്. അതെനിക്കിഷ്ടമാണ്. പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് എവിടെയും വർദ്ധിക്കാൻ ഭയങ്കര ഇഷ്ടം. കാട്ടിക്കൂട്ടലല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഡ്രീം വെഡിങ് ലൈക്ക്? അതിന് ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. അത് പക്ക ഒരു ട്രഡീഷണൽ ആയിരിക്കില്ല. ട്രഡീഷണൽ ആയിരിക്കും, എനിക്കത് ആഗ്രഹമുണ്ട്. പക്ഷേ അത് കൂടാണ്ട് ഒരു ബീച്ച് സൈഡ് അങ്ങനെയൊക്കെ പിടിക്കണമെന്നാണ് ആഗ്രഹം. അപ്പം എന്ത് ഇതാകുമെന്ന് എനിക്കറിയത്തില്ല.
ഓക്കെ, അൻവിത്ത് ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് മെയിൽ ഫ്രണ്ട് ഇൻ ക്ലാസ്. എനിക്ക് എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെയാണ്, ഞാൻ എല്ലാവരോടും മിണ്ടും. ഇനി +2-ലാണെങ്കിൽ അൻവിത്ത്, അത് പറയാനായിട്ടാണ് ഇത് ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡർജൻ 2255 ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വീഡിയോക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത്? എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ, എൻ്റെ അക്കൗണ്ടിലുള്ളത് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ മറ്റേ പെരവാസിയുടെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അടുത്തത് വൃന്ദാലക്ഷ്മി ചോദിച്ചിട്ടുണ്ട്, ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്? ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള കൂട്ടത്തിലാണ്. അതിൽ വളരെ കുറച്ച് പേരെ ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്, എൻ്റെ സർക്കിളിലുള്ള കുറച്ച് പേര്. എനിക്കങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ കാണുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എനിക്ക്, അതായത് എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരെ അത് എന്നെ ഏത് തരത്തിലും അക്സെപ്റ്റ് ചെയ്യണം. അതിപ്പോൾ എനിക്ക് ദേഷ്യം വരാം, വാശി വരാം, അല്ലെങ്കിൽ ഞങ്ങളോട് ഓവറായിട്ട് സ്നേഹം കാണിക്കാം. അപ്പോൾ ഏത് രീതിയിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. എൻ്റെ നല്ല വശം മാത്രം ആക്സെപ്റ്റ് ചെയ്ത അത് ഉൾക്കൊള്ളുന്ന ആളെ ഞാൻ ഒരിക്കലും ഫ്രണ്ടായിട്ട് ഒരുപാട് നാൾ ഇതാക്കാൻ നിൽക്കത്തില്ല. എനിക്കിഷ്ടമല്ല. എൻ്റെ പ്രൗഡ് മൂമെൻറ്റ് ഏതാണ്? ഏറ്റവും ഹാപ്പി ആയ മൂമെൻറ്റ് അർജുനാണ് ചോദിച്ചിരിക്കുന്നത്. ഫോം മേടിച്ച മൂമെൻറ്റ്, ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്തൊരു ഫോം മേടിച്ച മൂമെൻറ്റ്, പിന്നെ ഞാൻ ഗോൾഡ് എടുത്ത മൂമെൻറ്റ്, അതാണ് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വലിയ കാര്യമൊന്നും അല്ല കേട്ടോ. വലിയ കാര്യം മീൻസ് മറ്റുള്ള ഇതാണ് ഇവിടെ മേടിച്ചത്, അല്ലെങ്കിൽ ഈ ഫോണാണ് ഇവിടെ മേടിച്ചത്, അങ്ങനെയല്ല. ഞാൻ എൻ്റെ കയ്യിൽ ഇരുന്നേച്ച ഒരു ഫോണിനേക്കാളും കുറച്ചും കൂടി പൈസ കൂടിയ നല്ലൊരു ഫോൺ മേടിക്കാനായിട്ട് എനിക്ക് പറ്റി. അതിന് ഞാൻ ഒരുപാട് പേരോട് താങ്ക്സ് പറയുന്നുണ്ട്. അതിന് എനിക്കൊരു മോട്ടിവേഷൻ തന്നേനെ. അഭിരാമി ചോദിച്ചിട്ടുണ്ട്, ഹൂ ഈസ് യുവർ റോൾ മോഡൽ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാനൊക്കെ തന്നെ എനിക്ക് കുറേ പേര് റോൾ മോഡലാണ്. അതിനകത്തിപ്പോൾ ഇതാണ് എൻ്റെ Q&A. ഞാൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.